കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ ആലത്തൂർ കോട്ടേക്കുളം മേഖലയിലെ വാഹനയാത്രക്കാരുടെ സുരക്ഷ ആശങ്കയിൽ. രാത്രിയിലും പുലർച്ചെയുമാണ് കാട്ടുപന്നികൾ റോഡിലേക്ക് ഇറങ്ങുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. റോഡിന് കുറുകെ അപ്രതീക്ഷിതമായി കാട്ടുപന്നികൾ ചാടുന്നത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ കോട്ടേക്കുളത്തിന് സമീപത്തെ കുളത്തിലേക്ക് മറിഞ്ഞത്. നെന്മാറയിൽ നിന്ന് ആലത്തൂരിലേക്ക് പോവുകയായിരുന്ന കാർ പുലർച്ചെ 2:30 കോട്ടേക്കുളം ഭാഗത്തെത്തിയപ്പോഴാണ് കാട്ടുപന്നി മുന്നിലേക്ക് ചാടിയത്. പന്നിയെ ഇടിക്കാതിരിക്കാൻ കാർ വെട്ടിച്ചതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ കുളത്തിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്ന യുവാക്കൾ ഏറെ പണിപ്പെട്ടാണ് പുറത്തു കടന്നത്. കോട്ടേക്കുളം മേഖലയിൽ കാട്ടുപന്നികൾ കുറുകെ ചാടിയുള്ള അപകടം വർദ്ധിക്കുകയാണ്. മുൻപും ഇരുചക്രവാഹനങ്ങൾക്ക് മുന്നിലേക്ക് കാട്ടുപന്നികൾ ചാടിയതിനെ തുടർന്ന് അപകടങ്ങളുണ്ടായിട്ടുണ്ട്. അപ്രതീക്ഷിതമായി റോഡിലേക്ക് പാഞ്ഞെത്തുന്ന പന്നികളെ കണ്ട് വാഹനങ്ങൾ വെട്ടിക്കുന്നതിനിടെയാണ് അപകടങ്ങളുണ്ടാവുന്നത്. പ്രത്യേകിച്ച് രാത്രിയിലും പുലർച്ചെയുമാണ് സ്ഥിതി കൂടുതൽ അപകടകരമാകുന്നത്. വെളിച്ചക്കുറവുള്ള സമയങ്ങളിൽ റോഡിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ വാഹനയാത്രക്കാർ ദൂരെ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. വാഹനത്തിന്റെ വെളിച്ചത്തിൽ പന്നിയെ കാണുമ്പോഴേക്കും വളരെ അടുത്തെത്തിയിട്ടുണ്ടാകുന്നതിനാൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയോ വാഹനം വെട്ടിക്കുകയോ ചെയ്യേണ്ടി വരുന്നു. ഇത് നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനും അപകടങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കോട്ടേക്കുളം മേഖലയിലെ കാട്ടുപന്നി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാട്ടുപന്നികൾ സ്ഥിരമായി റോഡിലേക്ക് ഇറങ്ങുന്ന പ്രദേശങ്ങൾ കണ്ടെത്തി ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസത്തെ കാർ അപകടം വലിയ ദുരന്തത്തിലേക്ക് വഴിമാറാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നും നാട്ടുകാർ പറയുന്നു. ഒരു ദുരന്തമുണ്ടാവുന്നതിനു മുൻപ് കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അതേസമയം അപകടകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.